ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതെന്താണ് തേങ്ങയ്ക്കായിട്ട് എന്നാവില്ല എല്ലാവരും ചിന്തിക്കുന്നത്. അതെ, നമ്മളിന്ന് നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് കുറച്ച് കോക്കനട്ട് വാട്ടർ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കാൽസ്യം, ചെമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെലിയം, സോഡിയം, സിങ്ക് ഇതൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സീഡ്ലിങ്സിനെ പരിപാലിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം 2-3 ദിവസം ഇരുന്നിട്ട് നല്ല രീതിയിൽ പുളിപ്പ് വന്നിട്ടുള്ള തേങ്ങാവെള്ളമാണ് കേട്ടോ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഒന്ന് വെച്ച് പുളിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ തേങ്ങാവെള്ളം പുളിക്കും തോറും അതിലെ ധാതുക്കളുടെ കൗണ്ട് കൂടി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇരട്ടിയായിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അത് നമ്മൾ നമ്മുടെ സീഡ്ലിങ്സിന് അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊരു സ്പ്രെയറിനകത്തേക്ക് എടുത്തിട്ട് നമ്മുടെ ചെടികളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ തേങ്ങാവെള്ളം ഡയറക്റ്റായിട്ട്, അതായത് ഡൈല്യൂട്ട് ചെയ്യാതെ ചെടികളിലേക്ക് നേരിട്ട് കൊടുത്തൂടെ എന്നുള്ളത്. നമ്മൾ മെയിനായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള മഗ്നീഷ്യമൊക്കെ കിട്ടാനായിട്ടാണ് കേട്ടോ. സാധാരണ ചെയ്യുന്ന പോലെ വളം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെടികളൊക്കെ നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം മഗ്നീഷ്യമൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ അത് കരിഞ്ഞുണങ്ങി നാശമായി പോകും. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എത്ര അളവിലാണോ തേങ്ങാവെള്ളം എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി അളവിൽ നിങ്ങൾ വെള്ളം കൂടി ചേർത്തിട്ട് വേണം നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് ചെടികളിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പൂവിടാനായിട്ടല്ല ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മളിങ്ങനെ മാറി മാറി ഓരോരോ കാര്യങ്ങളും നമ്മുടെ ചെടികളിലേക്ക് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തത് കറ്റാർവാഴയുടെ ജ്യൂസായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസത്തെ ഗ്യാപ്പിനാട്ടോ നമ്മളിത് തേങ്ങാവെള്ളം കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഡെൻഡ്രോബിയത്തിന് മാത്രമല്ല കേട്ടോ, പൂക്കളുണ്ടാവുന്ന എല്ലാ തരം ചെടികൾക്കും നമുക്കിത് കൊടുക്കാവുന്നതാണേ. തേങ്ങാവെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ അളവിനൊക്കെ കുറവാണെങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊന്നും മഗ്നീഷ്യം മേടിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഹോളുള്ള ചട്ടി, പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ഓർക്കിഡിൻ്റെ ചട്ടിക്ക് ഹോള് വരുന്നതെന്ന്. അപ്പോൾ ആ ഹോള് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെടികൾ നട്ടു കൊടുക്കുന്നത് പോലെ വെറുതെ മണ്ണിലല്ലല്ലോ നമ്മുടെ ഈ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് നട്ടു കൊടുക്കുന്നത്. നമ്മൾ ഒന്നുകിൽ ചകിരിയുടെ തൊണ്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ചാർക്കോളൊക്കെ വെച്ചിട്ടാണല്ലേ, അതല്ലെങ്കിൽ പിന്നെ ഓടും കഷ്ണം, ഇഷ്ടിക കഷ്ണം, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈർപ്പം കുറവാണ് കേട്ടോ. നമ്മൾ സാധാരണ മണ്ണിലാണെങ്കിൽ നമ്മളെ മണ്ണിൻ്റെ ആ ഒരു ഈർപ്പം ചെടികൾക്ക് കിട്ടും. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ വേരുകൾക്കൊക്കെ ഇങ്ങനെ ക്ഷീണം ബാധിച്ചു തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇതുവരെ എല്ലാം കാണിച്ചതിനകത്തും കുറച്ച് നേരം നമ്മുടെ ചെടിച്ചട്ടി ആ ലിക്വിഡിനകത്ത് മുങ്ങിയിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തത് ചെടിച്ചട്ടി ഇങ്ങനെ ഇറക്കി വയ്ക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ഈ സ്പ്രേയർ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെടിയുടെ മേൽഭാഗം മുതൽ അടിഭാഗം വരെ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ഫെർട്ടിലൈസേഴ്സും എത്തോട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ചട്ടികളിൽ ഹോൾസ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശവും ഓക്സിജനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഹോൾസ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് വാൻഡയുടെ തൈകളുണ്ട്. അപ്പോൾ അതിനകത്തേക്കും ഇതേ രീതിയിൽ നമ്മുടെ തേങ്ങാവെള്ളം എത്തിച്ചു കൊടുക്കുകയാണേ. പിന്നെ നമ്മളെ ഈ സ്ക്രീനിൽ കാണുന്ന വെറൈറ്റീസിലുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിലവിൽ 10 സീഡ്ലിങ്സിൻ്റെ ഒരു കോംബോ ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിനകത്തൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ.
മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.